ഇന്ന് UAE-യിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ് UAE-യിൽ ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ എന്ന്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ UAE-യിൽ ഇൻകം ടാക്സ് കൊണ്ടുവരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം 2018 ഇവിടെ വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, 2023 കോർപ്പറേറ്റ് ടാക്സ് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇൻകം ടാക്സ് കൊണ്ടുവരാനുള്ള സാധ്യതയും ഉണ്ട്. എന്നാൽ മറ്റൊരു GCC രാജ്യങ്ങളിലും ഇതുവരെയും ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ GCC രാജ്യങ്ങളിൽ ആദ്യം ഇൻകം ടാക്സ് കൊണ്ടുവരുന്നത് UAE ആണെന്ന് ഞാൻ കരുതുന്നു. ഇനിയിപ്പോൾ ഭാവിയിൽ ഇൻകം ടാക്സ് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. കാരണം അതുകൊണ്ട് വളരെയധികം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനും റെസിഡൻസിന് വളരെ നല്ല ഫെസിലിറ്റീസ് കൊടുക്കുവാനും സാധിക്കും. ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ, അതായത് വാറ്റും കോർപ്പറേറ്റ് ടാക്സും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ റെസിഡൻസിന് വളരെ നല്ല ഫെസിലിറ്റീസ് കൊടുത്ത രാജ്യമാണ് UAE. പക്ഷേ നമ്മൾ ഇന്ത്യൻസ് ടാക്സ് എന്നതിനെ കാണുന്നത് നമ്മുടെ അധ്വാനത്തിൻ്റെ നല്ലൊരു പങ്ക് മൂറ്റിക്കൊണ്ടു പോകുന്ന ഒരു സർക്കാർ സംവിധാനമായിട്ടാണ്. അതിൽ ഞാൻ തെറ്റു പറയില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന ടാക്സിന് തതുല്യമായ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. എന്നാൽ ഈ വികസിത രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ 50% വരെ ടാക്സ് കൊടുക്കുന്ന രാജ്യങ്ങളിൽ ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ആളുകൾ ക്യൂ നിൽക്കുകയാണ്. എന്നാൽ അവർ കൊടുക്കുന്ന ടാക്സിന് തതുല്യമായ ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അവിടെ ഉണ്ട്. അവരിപ്പോഴും നോക്കുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫാണ്. അത് ഇൻകം ടാക്സ് കൊടുത്തിട്ടാണെങ്കിലും കൊടുക്കാതെയാണെങ്കിലും, ഇനിയിപ്പോൾ 50-60% വരെ ടാക്സ് കൊടുത്തിട്ടാണെങ്കിലും അവിടെ പോയി താമസിക്കാനും ജീവിക്കാനും ആളുകൾ ആഗ്രഹിക്കും.